ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ വയനാട്ടിലെ ഏറ്റവും പേര് കേട്ട തിരുനെല്ലി അമ്പലത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പം വളരെ ശക്തിയും ദൈവികതയും പവിത്രതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലമാണിത്. ഭയങ്കര പോസിറ്റീവാണ്, വളരെ കൂളിംഗ്, വളരെ പോസിറ്റീവ്, വളരെ ദൈവികതയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മഹാവിഷ്ണു അവതാരം. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്. പിന്നെ ബലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടുന്നതാണ്. വളരെ ദൂരെ നിന്ന് തന്നെ ആളുകൾ വന്നിട്ട് ബലിയും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് ബലിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാറുണ്ട്. ഇതിൻ്റെ താഴെയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപനാശിനി, അങ്ങനെ കുറേ ഇറങ്ങി അങ്ങോട്ട് എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് പോകണം. ഇപ്പം എന്തായാലും ഞാൻ പോകണില്ല, കാരണം വൈകിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബസ് യാത്ര അതൊക്കെ കുറച്ച് ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ബസ്സൊക്കെ കുറവാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഇവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് പുതിയതായിട്ട് കെട്ടിയേക്കണ അമ്പലം. എവിടെയാണ് രാജ്ഞി വെള്ളം കൊടുത്തത്? അത് ഇവിടെ എവിടെയോ ഉണ്ടല്ലോ സംഭവം. അത് ഇവിടുത്തെ രാജ നല്ല മഴക്കാലം ആയതുകൊണ്ട് നല്ല ചീവീടിൻ്റെ ഒക്കെ നല്ല ശബ്ദങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കോടമഞ്ഞ ചീവീടിൻ്റെ ശബ്ദങ്ങളും നല്ല തണുപ്പാണ് ഇപ്പം. പഴയ കാലത്തുള്ള കെട്ടുപടികളൊക്കെയാണ് ഇതല്ലേ ഫുള്ളല്ലേ, പഴയ കാലത്ത് വർഷം കാലഘട്ടത്തിലുള്ള കൽപ്പണിയും കെട്ടും. ഇത് പുതിയത് കെട്ടണം അല്ലേ? അത് ന്യൂ ജനറേഷൻ, ഇത് ഓൾഡ് ജനറേഷൻ. ഈ കല്ല് നോക്കി എന്തൊരു ഭംഗിയില്ല. ഇത് പുതിയ അമ്പലം കെട്ടും. ആ അതെ, ഇതാണ് പുതിയ വെള്ളത്തിന്റെ. ഇത് പുതിയ അമ്പലം കെട്ടുവാന്ന് തോന്നുട്ടോ, അതോ പഴയ അമ്പലം കെട്ടല്ല, ഇത് നടുപ്പുറ കെട്ടണല്ലേ. ഇങ്ങോട്ടല്ല ഇറക്കം പാപനാശിനി. അങ്ങോട്ടേക്ക് പോണം. ഇങ്ങോട്ടല്ലേ ഇതിന്റെ അല്ലേ? അങ്ങോട്ടേക്കാണ് പാപനാശിനി. ഇപ്പൊ വയ്യ, കാലിന് വയ്യ, വേറൊരു ദിവസം എടുക്കാം. എന്താ ഫീലല്ലേ, ചെത്തിപ്പൂ. ഈ കൽബിറ്റൊക്കെ എത്രയോ കോടാനൊരു വർഷങ്ങൾക്ക് അതായത് അവിടെ നിന്ന് കാട്ടിനുള്ളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെള്ളം ഇങ്ങോട്ട് കുടിക്കുന്ന ഒരു വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്. അത് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് അമ്പലത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണിത്. ഇതാണ് സംഭവം, ഇതാണത്. ഇതാണ് കല്ല്. ഇവിടെ എഴുതിയിട്ടുണ്ട് ചിറക്കൽ രാജാവിന്റെ പത്നി. ഇതാ സംഭവം കണ്ട, ഇതാണ് അതിന്റെ സ്റ്റോറി. കരിങ്കൽ പാതി, ചിറക്കൽ രാജാവിന്റെ പത്നി കുടുംബത്തിലെ അംഗമായ ക്ഷേത്രദർശനത്തിനെത്തിയപ്പോൾ ദർശനത്തിന് ശേഷം ദാഹശമനത്തിന് അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിനുള്ള വിഷമം ശാന്തിക്കായി തമ്പുരാട്ടിയോട് പറഞ്ഞു. ക്ഷേത്രത്തിലേക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളൂ എന്ന് ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുകയും പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലേക്ക് വെള്ളം എടുക്കുന്നതിനുള്ള നടപടിക്ക് കൽപ്പന നൽകുകയും ചെയ്തു. അതാണിത്, കരിങ്കൽപ്പാളി. ഉണ്ടാ ഭഗവാൻ, ഇതാണ് അന്നദാന. എന്താണല്ലേ ഇപ്പൊ അമ്പലം? ഇതാണ് പഴയ അമ്പലത്തിന്റെ കാര്യങ്ങൾ. പഴയ അമ്പലത്തിൻ്റെതായ
അവ ശിലകൾ, ശിലകളാണ് ഇതൊക്കെ, കല്ലുകൾ. കല്ലുകൾ. അതായത് അന്നത്തെ അമ്പലത്തിൻ്റെ അന്ന് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇപ്പം എല്ലാം ഒന്നുമില്ല, കുറച്ച് പുതിയത് ഇതുണ്ടോ കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നുണ്ട്. ഇപ്പം പുതിയത് എന്ത് ചെയ്യുന്നുണ്ട്, കെട്ടി. ഇതാണ് അമ്പലം. പഴയ കെട്ടാണ് ഇപ്പോഴും. ഇതുണ്ട്, അത്രയും വർഷം പഴക്കമുള്ള കല്ലുകളാണ് ഇതെല്ലാം. പിന്നെ ചക്കോടി ഇരുന്ന ഫീൽ. കുറച്ച് നാളോടെങ്കിലും ഇതൊന്നും കാണാനും ഉണ്ടാവില്ല. എന്താ ഫീല് ചെക്ക്? വളരെ ശാന്തതയല്ലേ, വളരെ സമാധാനം. എന്താ ഫീല്? ഹാപ്പി അല്ലേ? ചെക്ക് വെറുതെ ഫീൽ ഔട്ടിലിരിക്കണം. ഇതാണ് എൻ്റെ ഭാര്യയുടെ യഥാർത്ഥ ഡ്രസ് കോഡ്. അതായത് ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഉപയോഗിക്കാറ് കൂടുതൽ അല്ലേ? എനിക്കതാണ് ഇഷ്ടം. മൈലാഞ്ചി എനിക്കതാണ് കൂടുതലും എന്ത് ചെയ്യുന്ന സന്തോഷം. കാരണം ഞാനിപ്പം ചുരിദാറൊന്നും ഇടാത്തതുകൊണ്ട്. ഇതാണ് എൻ്റെ ഭാര്യയുടെ യഥാർത്ഥ രൂപം ഡ്രസ്സിൻ്റെ. അമ്പലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും പണ്ട് കാലങ്ങളിൽ അമ്മമാരെല്ലാം ഉടുക്കണം അല്ലേ? എനിക്കത് ഉടുത്തിട്ട് നാണക്കേടൊന്നും തോന്നുന്നില്ല. വസ്ത്രം വളരെ സുഖം. മറക്കാനുള്ളതാണ്, അല്ലാണ്ട് പ്രദർശിപ്പിക്കാനുള്ളതല്ല വസ്ത്രധാരണം. ഇപ്പോൾ പ്രദർശനങ്ങളാണല്ലോ കൂടുതൽ അല്ലേ? എന്താ ഫീൽ, എന്താ കൂളിംഗ് എന്നറിയാമോ? ശരീരവും മനസ്സും വളരെയധികം ശാന്തമാകണേന്ന്, വളരെ പോസിറ്റീവ്. എന്താ ഫീല്? ഇവിടെ കൂടുതലും കർണാടകക്കാരാണ് വരുന്നത്. ആ സംഭവം വെള്ളം പോയിരുന്നത് ചക്ക് അമ്പലത്തിൽ ഭഗവാന് അഭിഷേകം വരെ ചെയ്തതാണ്. എന്താ ഇത്ര വർഷം പഴക്കമുണ്ടല്ലേ?
അതുപോലെ ഈ കല്ലുകളൊക്കെ കണ്ട പഴയ അമ്പലങ്ങളിലെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർക്ക് വരിക. ഇത് വയനാട് തിരുനെല്ലി അമ്പലമാണ്. വളരെ പോസിറ്റീവായ സ്ഥലമാണ്. വളരെ ദൈവികത നിറഞ്ഞതും വളരെ പഴമ നിറഞ്ഞതുമായ അമ്പലമാണ്. അപ്പം എന്ത് ചെയ്യുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. പിന്നെ ബലിയിടാനുള്ള ആളുകൾ, ബലി തർപ്പണത്തിനൊക്കെ ആളുകൾ, നിങ്ങൾക്ക് ബലി ഒക്കെ ഇടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വളരെ പുണ്യം ചെയ്യുന്ന സ്ഥലമാണ്. അതെ.